ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി നല്ല അടിപൊളി വട്ടയപ്പവും ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ ഞാൻ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇതുവരെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ചിക്കൻ സ്റ്റൂ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി. ഇപ്പോഴത്തെ ഈസി അല്ലാന്നല്ല, എന്നാലും ഇപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളതാണ്. ഇതിന് മുന്നേ ഞാൻ കാണിച്ചത് തേങ്ങ അരച്ചുണ്ടാക്കുന്ന ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ രണ്ട് ടേസ്റ്റാണ്. തേങ്ങ അരച്ച് ചേർക്കുന്നതിനേക്കാളും ഒരു പിടി ടേസ്റ്റ് കൂടുതൽ നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളതാണ്. അപ്പം സമയമൊന്നുമില്ല, രാവിലെ ഇപ്പോൾ തിരക്ക് പിടിച്ച് ഓഫീസിലും മക്കളെയൊക്കെ സ്കൂളിൽ വിടുന്ന സമയത്ത് നേരെ ഇല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ച മെത്തേഡിൽ തേങ്ങ അരച്ചുണ്ടാക്കാം. എല്ലാ സമയം ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ വട്ടയപ്പം ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ആ കറക്റ്റ് അളവിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഫ്ലോപ്പ് ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വട്ടയത്തിൻ്റെ ആദ്യം മുതൽ അരി വെള്ളത്തിലിടുന്ന മുതലുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്താണോ. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് അരി വെള്ളത്തിലിടുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എത്ര പേരുണ്ടോ ആ ഒരു കണക്കിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പം ഇതിൽ ഒരു 3 ഗ്ലാസ്സാണ് അരി വെള്ളത്തിലിടുന്നത്. അരിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് കുതിർത്ത് വെക്കണം. അതിനുശേഷം നമുക്ക് അരച്ചെടുക്കാം. അരി അരച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ്, ഇങ്ങനത്തെ തരി ഈസ്റ്റ് ഇല്ലേ, കുഞ്ഞ് തരിയായിട്ടുള്ള ഇങ്ങനത്തെ ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ചോറ് എടുക്കുന്നില്ല, പകരം വെള്ള അവിൽ ഉണ്ട്. വെള്ള അവിൽ ഇതൊരു 1/2 കപ്പ് ഉണ്ടാകും. അത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് അരി നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങളതിൽ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ തേങ്ങാവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ തേങ്ങാവെള്ളം ഇല്ലാത്തതുകൊണ്ട് നോർമൽ നമ്മളെ പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ട് ഒരു 2 തവണയായിട്ട് നമുക്ക് അരി അരച്ചെടുക്കാം. അപ്പോൾ ഞാനതൊക്കെ മിക്സ് ചെയ്തിട്ട് കാണിച്ചിടാം. മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പം നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പകുതി അരിയും അതുപോലെ അവിൽ നനച്ച് വെച്ചില്ല, അതിൽ നിന്ന് പകുതി എടുത്തിട്ടുള്ളൂ, തേങ്ങയിൽ നിന്നും പകുതി, എല്ലാം കൂടി ഇതിലേക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അരി നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം വെള്ളം കൂടിപ്പോയിട്ടൊന്നുമില്ല, കാരണം നമ്മളിതൊക്കെ മിക്സ് ചെയ്ത് പൊന്തി വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അവിൽ ചേർക്കുന്നതല്ലേ, അവിലുള്ള സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം അധികം എടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഓവർ ലൂസ് ആവരുത്. ഇപ്പം ഞാൻ അരച്ചത് നല്ല കറക്റ്റ് വരുവാണ്. ഇനി ബാക്കിയുള്ള അരിയും കൂടി നമുക്ക് അരച്ചെടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് അരി അരയ്ക്കുന്നതിലേക്ക് നമ്മൾ അരിയിൽ അവിലും തേങ്ങയൊക്കെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു 6 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും, തരിയായിട്ടുള്ള ഈസ്റ്റ് ഉണ്ടാവും, അത്രയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. സെക്കൻഡ് ട്രിപ്പും അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു തവി വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും വെക്കണം. അതിൽ കൂടുതൽ വെച്ചാലും നല്ലത്, എന്നാലും ഓവറായിട്ട് നമ്മളിത് പുളിക്കാനായിട്ട് വെക്കണം. ഭയങ്കരമായിട്ട് പുളി വന്നു പോകും. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. എന്തായാലും ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമുക്കിത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം, ഇല്ല ഇതുപോലെ തവി വെച്ചിട്ടോ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ. എന്തായാലും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പം ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. നമ്മൾ അപ്പം ചുടില്ലേ, ആ ചുടുന്ന സമയത്താണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചില ആളുകൾ നേരത്തെ തന്നെ അരി അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ ചേർത്ത് അരയ്ക്കുകയാണ് ചെയ്യുക. പക്ഷെ ഞാനെപ്പോഴും അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കില്ല. നമുക്ക് ചുടുന്ന സമയത്ത് പൊന്തിയ മാവുന്ന ആവശ്യത്തിനുള്ളത് എടുക്കും, അതിൽ ഉപ്പിട്ട് മിക്സ് ആക്കിയിട്ട് ചുടും. ബാക്കി മാവ് അതേപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പം അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ. എന്തായാലും നന്നായിട്ട് ഞാനിതിവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടച്ചിട്ട് നമുക്കൊരു 5-6 മണിക്കൂറിന് ശേഷം നോക്കാം. പിന്നെ അതൊക്കെ ഓരോ ക്ലൈമറ്റ് അനുസരിച്ച്, ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്, മഴയ്ക്കേത് ബത്തേരി വയനാട് നല്ല തണുപ്പാണ്. ഇപ്പം ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഇത് പൊന്തുന്നതിൻ്റെ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. ഞാനിപ്പം കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ആ ചെമ്പിൻ്റെ മേലെ കയറ്റി വയ്ക്കുക. വെള്ളം ചൂടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു പാത്രം വെച്ച് അടച്ചിട്ട് അതിൻ്റെ മേലെയാണ് മാവ് കയറ്റി വെക്കുക. കാരണം ഇവിടെ നല്ല തണുപ്പാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പൊന്തി കിട്ടും. ഇപ്പോൾ ചൂടുള്ള സ്ഥലമാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അത് തന്നെ നന്നായിട്ട് പൊന്തി കിട്ടും. പിന്നെ ചില ആളുകൾ നമ്മൾ കമ്പിളീൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കമ്പിളി വെച്ച് പൊതിഞ്ഞ് വെക്കും, ഓവൻ്റെ ഉള്ളിൽ വെക്കും. അതൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതനുസരിച്ച്. എന്തായാലും ഞാൻ ഒരു ചെമ്പിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കും. അതിനുശേഷം അതൊന്നൊരു മൂടി വെച്ച് അടച്ചിട്ട് അതിൻ്റെ മേലെ ഈ മാവ് കയറ്റി വെക്കും. അങ്ങനെ വെക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, വെള്ളത്തിന് ഓവർ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ മാവ് വെന്ത് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യുക. എന്തായാലും ഞാൻ ഇതൊന്ന് അടച്ച് വെക്കട്ടെ. ഞാൻ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. രാവിലെ ആട്ടി വെച്ച മാവ് നമുക്ക് പൊന്തിയോ നോക്കാം. ഒന്നും വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, പൊന്തിയിട്ടുണ്ട് കേട്ടോ. പൊന്തി വന്നിട്ടുണ്ട്. അധികം മാവ് ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് കണ്ടോ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്.
പൊന്തിച്ച് കാണിച്ചാൽ കണ്ടോ, നന്നായി പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. മാവ് കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. ഇനി അപ്പം ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്തായാലും നന്നായിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് അപ്പം ചുടുമ്പോൾ ബാക്കി കാണിക്കാം. അപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പം ചുടാനായിട്ട് അപ്പച്ചെമ്പിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അപ്പത്തിന് നമുക്കൊരു കറി ഉണ്ടാക്കണ്ടേ. അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, അതെടുത്തിട്ട് ഒരു സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ഇപ്പം ഞാൻ ചിക്കൻ സ്റ്റൂ അപ്പം ഉണ്ടാക്കിയിട്ട്, അപ്പം സ്റ്റൂവിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ചിക്കനും കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് കാണാം. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ചെറിയൊരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് സവോള, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക് കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പിലയും, പിന്നെ നമ്മളെ ചിക്കനും. ഇത്രയും ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിതേ പാലും എടുത്ത് വെച്ചിട്ടുണ്ട്, 1-ാം പാലും 2-ാം പാലും. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ചൂടാനായിട്ട് വെച്ച ആ വെള്ളം നന്നായിട്ട് തിളച്ചപ്പോൾ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഒരുപാട് മാവ് അങ്ങനെ ഒഴിക്കാറില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കട്ടിയായിട്ടുള്ള അപ്പം ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മാവേ ഒഴിക്കാറുള്ളൂ. ഒരു 3 സ്പൂൺ, 3-3.5 സ്പൂൺ ഇത്രയും മതി. ഞങ്ങൾ ഒരുപാട് അങ്ങനെ കട്ടിയാക്കിയിട്ട് അപ്പം ചൂടാറില്ല, കാരണം ഇവിടെ ആർക്കും തന്നെ അത്ര കട്ടിയുള്ളത് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മാവേ ഒഴിക്കുള്ളൂ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്നാവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മളെ ചിക്കൻ സ്റ്റൂ റെഡിയാക്കാം. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് കുക്കർ വെച്ച് ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി. ഇനി ഇതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഏലക്കായും ബേ ലീഫൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. ഞാനിപ്പം പട്ടയും ഗ്രാമ്പും മാത്രമേ ഇടുന്നുള്ളൂ. അതൊന്ന് പൊട്ടി കഴിയുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ഐറ്റംസ് എല്ലാം നമുക്ക് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും സവോളയും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കഴുകി വെച്ച ചിക്കനില്ലേ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുരുമുളക് പൊടി ഇത്രയും എടുത്തിട്ടുള്ളൂ, കാരണം ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് വീണ്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഫ്രഷായിട്ട് പൊടിച്ചെടുത്തതാണ്, അപ്പോൾ അതുകൊണ്ട് എരിവ് കൂടുതലുണ്ടാകും. അതുകൊണ്ട് ഞാനിപ്പം അധികം ചേർക്കുന്നില്ല. ഒരു ടീസ്പൂണിൻ്റെ അടുത്തേ കഷ്ടി ഞാൻ കുരുമുളക് പൊടി ചേർത്തുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു ടീസ്പൂൺ ഇത്രയും ഞാൻ ഉപ്പും ചേർത്തിട്ടുള്ളൂ. എല്ലാം നമ്മൾ ആദ്യം തന്നെ കുറേ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, പിന്നെയും നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാമല്ലോ. ആദ്യമേ ഉപ്പൊക്കെ ഒരുപാട് ഇട്ടിട്ട് ഉപ്പും കുരുമുളകൊക്കെ ഒരുപാട് ഇട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ കറി മൊത്തത്തിൽ കുഴപ്പം. അതുകൊണ്ട് ഞാനൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ ഇത് കുക്കറിൽ എളുപ്പത്തിന് വെന്ത് കിട്ടാൻ വേണ്ടി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ പോട്ടിൽ വേണമെങ്കിലും വെക്കാം, നമ്മളിപ്പോൾ കടായിലും അങ്ങനെയൊക്കെ വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ പിന്നെ ഇപ്പം എളുപ്പമൊന്നായി കിട്ടാൻ വേണ്ടിയിട്ടേ വേഗം കഴിക്കാൻ രാത്രിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം പെട്ടെന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുക്കറിലിട്ട് വിസിലടിക്കുന്നത്. അല്ലാതെ വേണമെങ്കിലും വേവിച്ചെടുക്കുക, ചിക്കനല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ വേവാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് ലൂസായിട്ടാണ് എടുത്തത്. നല്ലോണം വെന്ത് കിട്ടണ്ടേ. അപ്പം ചാറ് കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് 1-ാം പാലിൽ നമ്മൾ എടുക്കുമ്പോൾ അധികം വെള്ളമാക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് കട്ടിക്ക് വേണ്ടി എടുക്കാനായിട്ട്. അതുകൊണ്ട് 2-ാം പാലിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ വെള്ളമൊക്കെ ചേർത്തിട്ട് അത്യാവശ്യം ലൂസായി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പം ഞാൻ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വിസിൽ മതി, കാരണം ചിക്കന് അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ 2 വിസിൽ അടിക്കുമ്പോഴേക്കും നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ 2 വിസിൽ അടിച്ചിട്ട് ഞാൻ സ്റ്റീം കളയുന്നില്ല, അങ്ങനെ സ്റ്റീം അതിൽ നിന്ന് പോയതിന് ശേഷമാണ് തുറക്കുള്ളൂ. അപ്പം ഇതിവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. കുക്കറൊക്കെ അടച്ച് ഞാൻ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. ഒരു 2 വിസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഒഴിച്ചപ്പം എന്തായി നോക്കിയാലോ, വെന്തോ നോക്കാം അല്ലേ. നമുക്ക് തുറക്കട്ടെ. കണ്ടിട്ട് വെന്തതുപോലെ ഉണ്ട്. ഞാൻ പപ്പടം കുത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കട്ടെ കേട്ടോ.
കണ്ടിട്ട് നന്നായിട്ട് വെന്ത പോലെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് തീ കുറച്ചിട്ടൊന്ന് കുത്തി നോക്കട്ടെ. നല്ല ആവി വരുന്നുണ്ട്, കൈ പൊള്ളും. വെന്തിട്ടുണ്ട് കേട്ടോ. 2-3 സ്ഥലത്ത് ഞാൻ കുത്തി നോക്കി സംശയം നോക്കെ. കണ്ടോ, ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എടുത്തിട്ട് അടുത്ത ട്രിപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്ത അപ്പത്തിനുള്ള മാവും ഞാനിവിടെ പ്ലേറ്റൊക്കെ വെച്ച് ഓയിൽ തടവിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും അവിടെ കിടന്ന് വേവട്ടെ. എനിക്ക് തോന്നുന്നു ആദ്യത്തേതൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെന്ത് കിട്ടി. കാരണം ഞാൻ ഒരുപാട് കട്ടിക്ക് ഒഴിക്കുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ കട്ടിക്ക് ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു 15 മിനിറ്റൊക്കെ വെച്ച് കൊടുക്കുക. ഞാനിപ്പം 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ സ്റ്റൂ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിസിൽ വന്നില്ല, വിസിൽ വരട്ടെ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇപ്പം ചിക്കൻ നമ്മൾ വേവിക്കാൻ വെച്ചത് 2 വിസിലൊക്കെ വന്ന് സ്റ്റീമൊക്കെ നല്ലോണം പോയി. ഞാൻ തുറക്കട്ടെ കേട്ടോ. വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. അന്നത്തെ പോലെ മൂത്ത ചിക്കനൊക്കെ ആണെങ്കിൽ പിന്നെ നോക്കണ്ട. എന്തായാലും ഞാനൊരു കഷ്ണം എടുത്തിട്ട് വെന്തിട്ടുണ്ട്. ദേ കണ്ടോ, ഒടഞ്ഞു, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് ഓൺ ചെയ്യട്ടെ, ഗ്യാസ് ഓൺ ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1-ാം പാൽ എടുക്കട്ടെ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1-ാം പാൽ കണ്ടില്ലേ, ഇത് നമ്മൾ മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. കട്ടിയുള്ള പാലാണ്. ഞാൻ പറഞ്ഞില്ലേ, 1-ാം പാലിന് അധികം വെള്ളം ഞാൻ ഒഴിച്ചിട്ടേ ഇല്ല, നല്ല കട്ടിയുള്ള പാലാണ്. ഇനി ഇതങ്ങനെ ഒരുപാട് തിളയ്ക്കേണ്ട കേട്ടോ. നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. 1-ാം പാൽ ഒഴിച്ചിട്ട് അധികം തിളയ്ക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇനി ഇത് കുറച്ച് കട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1-ാം പാലിൽ തന്നെ കുറച്ച് കോൺഫ്ലവറോ അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അതാകുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള ഇസ്റ്റു കിട്ടും. ഞാനിപ്പം തേങ്ങാപ്പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, അതിൽ കോൺഫ്ലവർ ഒന്നും മിക്സ് ആക്കിയില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണോ നോക്കട്ടെ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു ഇച്ചിരി ഉപ്പ് കുറവുള്ള പോലെ ഉണ്ട്, നോക്കട്ടെ ഒന്നുകൂടെ. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ഇത്രയും ഇടുന്നുള്ളൂ കേട്ടോ, ഇത്ര മതി. എരിവ് കറക്റ്റാണ്. എരിവ് ഇനി വേണോ കേട്ടോ? എരിവ് വേണ്ടാന്ന് പറഞ്ഞത്. എനിക്ക് ടേസ്റ്റ് ചെയ്തിട്ട് സംശയം. അപ്പം ഞാൻ ബിരിയാണി കൂടി കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഒന്ന് ഉപ്പിച്ച് ഇവിടെ ഇട്ടോന്ന്. കുരുമുളക് പൊടി ഇനി ഇടണോ? ഇത് മതിയോ? മതിയോ? അപ്പോൾ പിന്നെ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് ഞാനിങ്ങനെ ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. 1-ാം പാൽ ഒഴിച്ച് തിളച്ച് കഴിഞ്ഞാൽ കറി ആകെ പിരിഞ്ഞ് ആകെ നാശമായി പോവും. അതുകൊണ്ട് നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി ഒന്ന് നന്നായി ചൂടായിട്ട് വരുന്ന സമയത്ത് ഓഫാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ചാറായിട്ടാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ അരിപ്പൊടിയൊക്കെ ചേർക്കാം. പക്ഷെ ഞാൻ ഇച്ചിരി ചാറ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു, അപ്പത്തിന് കഴിക്കാനല്ലേ. അപ്പം ഇച്ചിരി ചാറാക്കാം. എന്തായാലും ഇത് ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ സ്റ്റൂ കറി ഉണ്ടല്ലോ, നമുക്ക് നെയ്ക്കകത്ത് വറവിടുകയൊക്കെ ചെയ്യാം. ഞാൻ ഒന്നുകൂടെ തീയൊന്ന് ഓൺ ചെയ്തതാണ്. നമുക്ക് നെയ്ക്കകത്ത് വറവിടാം, നട്ട്സും കിസ്മിസൊക്കെ ആയിട്ട് വറുത്തിടാം. അതിപ്പോൾ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറുത്തിടുന്നില്ല എന്നുള്ളൂ. അതൊക്കെ ഉണ്ടെങ്കിൽ നെയ്യിലൊന്ന് ഈ ലാസ്റ്റ് ടൈമിൽ വറുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളത് വെച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ചിക്കൻ സ്റ്റൂവിൽ ആ തേങ്ങാപ്പാൽ എടുക്കാനുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. കുറച്ച് പണിയെടുത്താലും നല്ല ടേസ്റ്റിൽ കഴിച്ചുകൂടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ പക്ഷേ ഇങ്ങനെ തേങ്ങാപ്പാൽ ഇല്ലാതെ എളുപ്പത്തിൽ, നമുക്കിപ്പം രാവിലെയൊക്കെ തേങ്ങാപ്പാൽ എടുക്കാൻ ടൈമില്ല, ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു ചിക്കൻ സ്റ്റൂ റെസിപ്പി ഞാൻ ചാനലിൽ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സിൽ. അപ്പോൾ അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. വലിയ ഫാമിലി വ്ലോഗ്സ് ചിക്കൻ സ്റ്റൂ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അത് ഈസി ചിക്കൻ സ്റ്റൂ ആണ്, തേങ്ങാപ്പാലൊന്നും എടുക്കാതെ തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നേരമില്ലാത്ത സമയത്ത് അങ്ങനെ ഉണ്ടാക്കുക. ഈ സമയമുള്ളപ്പോഴാണെങ്കിൽ ഇച്ചിരി പണിയെടുത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേ. ഇച്ചിരി പണിയെടുത്തിട്ടാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കുക. രണ്ട് ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് സമയമില്ലാത്ത പിന്നെ അതും ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ, അതും ഒരു പടി മുന്നിൽ ഇതിനാണ് ടേസ്റ്റ്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ സ്റ്റൂ ഞാനിതേ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അപ്പം ദേ റെഡി ആയിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. ഉണ്ടോ,
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. പിന്നെ ചിക്കൻ സ്റ്റൂ പറയണ്ടല്ലോ, അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതേ കണ്ടോ, നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെ ഇച്ചിരി ചാറ് വേണ്ടത് കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തുവെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയിപ്പം ചാറ് അത്ര വേണ്ട, കുറുകിയ ചാറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കുറച്ച് കോൺഫ്ലവറോ അരിപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഇന്നത്തെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ സ്റ്റൂ വട്ടയപ്പവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാത്തവരായിരിക്കില്ല, എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതൊക്കെ, എന്നാലും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക. വട്ടയപ്പം ഈ ഒരു സെയിം അളവിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പം എന്തായാലും ഫ്ലോപ്പ് ആവാതെ നല്ല അടിപൊളിയായിട്ടുള്ള വട്ടയപ്പം ചിക്കൻ സ്റ്റൂ റെഡിയാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസ് വീഡിയോസും ഔട്ടിംഗ് വീഡിയോസും എല്ലാം നമ്മുടെ ചാനലുണ്ട്. റെസിപ്പി കുക്കിംഗ് വീഡിയോ മാത്രമല്ല, ഔട്ടിംഗ് ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ പുറത്തുപോയി ഫുഡ് കഴിക്കുന്ന എല്ലാ ടൈപ്പ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.